തിരുവനന്തപുരത്തേക്ക് വീണ്ടും പോകണം. അവിടെ വലിയതുറ സിമന്റ് ഗോഡൌണിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ. 2018 കടൽക്ഷോഭത്തെ തുടർന്നാണ് 2 കുടുംബങ്ങൾ സിമന്റ് ഗോഡൌണിൽ അഭയം പ്രാപിച്ചത്. ഫ്ളാറ്റിനായി അപേക്ഷിച്ചിരുന്നെങ്കിലും ഈ 2 കുടുംബങ്ങൾക്കും ഫ്ളാറ്റ് കിട്ടിയില്ല. ഭൂരിഭാഗം പേർക്കും ഫ്ളാറ്റ് കിട്ടിയതോടെ വൈദ്യുതി വിച്ഛേദിക്കുകയും കോർപ്പറേഷൻ നൽകിയിരുന്ന ജലവിതരണവും നിർത്തിയിരിക്കുകയാണ്. വെള്ളവും കറണ്ടുമാണ് നമുക്ക് വലിയ വേദന, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെഴുകുതിരിയൊക്കെ 1.5 വടം 100 വടം മെഴുകുതിരി വാങ്ങിച്ചാൽ ഒരു മെഴുകുതിരി എത്ര നേരം വരെ നിന്ന് കത്തും. പിന്നെ കൊതുവ്, അതിനോടൊപ്പം ഭയങ്കര കൊതുവാണെങ്കിൽ ഭയങ്കര കൊതുവും ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. ഇതിനകത്തുനിന്ന് കീരി ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഉൾഭയം തന്നെയാണ് ഗോഡൗണിൽ കിടക്കാനായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് വെള്ളവും കറണ്ടും എങ്കിലും തരണം. ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. സത്യം, ഇതിന് വേദന മരിക്കുന്നതാണ്. ചാനലിൽ പറയുന്നതല്ല, വേദന പറയുന്നതാണ്. ഒന്നിൽ വെള്ളം വേണം, അതില്ല. ചൂട് കാരണം കുളിക്കാൻ പോലും വെള്ളവും ഇല്ല, ലൈറ്റും ഇല്ല. എന്തവസ്ഥയിലാണ് കിടത്തപ്പെടുന്നത്. വീട് വാടകയ്ക്ക് എടുക്കാൻ നോക്കിയാൽ വാടക കൊടുക്കാനും പറ്റത്തില്ല. കടലത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് പിള്ളേർ. ഇന്നുണ്ടെങ്കിൽ 2 ദിവസം ഇല്ല, 5 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം ഇല്ല. ഇനി വരുന്ന ആനിയാടി കർക്കിടകമാണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമോ, നമ്മൾ എന്ത് ചെയ്യും? വാടക കൊടുക്കുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ആ അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ വയ്യ. അവർ പറയുന്ന വേദനകൾ കേൾക്കാൻ ആരുമില്ല എന്നതാണോ? എന്താണ് അധികൃതരുടെ നിലപാട്? ഇവർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് അനുവദിക്കാതിരുന്നത്? മീത, ഈ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫ്ളാറ്റുകൾ അനുവദിച്ചു. അത് മുട്ടത്തറ ഭാഗത്ത് തന്നെ 2 ഫ്ളാറ്റുകൾ വന്നു. പക്ഷേ 2018, 19, 21 കാലങ്ങളിലായിട്ട് വലിയതുറ ഭാഗത്ത് മാത്രം 500-ലധികം വീടുകളാണ് കടലെടുത്തത്. അതിൽ അൽഫോൺസിയ എന്ന് പറയുന്ന അമ്മയാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. ലോറൻസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി കൊണ്ട് 2 കുടുംബങ്ങൾ ഇന്നും ഫ്ളാറ്റുകൾ ലഭിക്കാതെ ഇപ്പോഴും ആ സിമന്റ് ഗോഡൌണിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നമ്മൾ അവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവസാന ഘട്ടത്തിൽ ലഭിച്ച മുട്ടത്തറയിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഫ്ളാറ്റ് ഉണ്ട്. അവിടേക്ക് 300-ലധികം വരുന്ന കുടുംബങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചു. പക്ഷേ ആ കുടുംബങ്ങൾ പോയപ്പോൾ 2 കുടുംബങ്ങൾ അനാഥമായി തീർന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വന്നപ്പോൾ കേരള മാരിടൈം ഇത്രയും കാലം നൽകി വന്നിരുന്ന വൈദ്യുതിയുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ കോർപ്പറേഷൻ നൽകി വന്നിരുന്ന വെള്ളം, ആ ജലവിതരണവും ഇപ്പോൾ മുടങ്ങിയ ഒരു സിറ്റുവേഷനിലാണ് ആ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ കടുത്ത വേനൽക്കാലത്ത് വൈദ്യുതി കണക്ഷൻ പോലും ഇല്ല. അതിനപ്പുറം കുളിക്കാൻ പോലും അല്ലെങ്കിൽ ഭക്ഷണം പോലും പാകം ചെയ്യാൻ കഴിയാത്ത വണ്ണം കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് 2 കുടുംബങ്ങൾ വഴിമുട്ടിയിരിക്കുകയാണ്. 5ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോഴും സിമന്റ് ഗോഡൌണിൽ കഴിയുന്നത്. വിനീത, ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. വൈദ്യുതിയും വെള്ളവുമില്ല, സിമന്റ് ഗോഡൌണിൽ താമസിക്കേണ്ട ദുരവസ്ഥയാണ്. അധികൃതരുടെ ആരുടെയെങ്കിലും ശ്രദ്ധ ഇവരുടെ വിഷയത്തിൽ പതിയേണ്ടത് തന്നെയാണ്. ഇനി മഴക്കാലമാകുമ്പോൾ അവർ എന്ത് ചെയ്യും എന്നും അറിയില്ല. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് അനധികൃതമായി ജോലി ചെയ്ത 2 ബംഗ്ലാദേശ് സ്വദേശിനികൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായിരിക്കുന്നെന്ന വാർത്ത വരുന്നു. ജഗതിയിലെ പേൾ വെൽനസ് സ്പായിൽ തെറാപ്പിസ്റ്റുകളായ ബംഗ്ലാദേശ് സ്വദേശികളും സ്ഥാപന ഉടമകളുമാണ് പിടിയിലായിരിക്കുന്നത്.